75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലാണ് ഭാരതം. രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യപഥത്തിൽ ദേശീയ പതാക ഉയർത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, CDS അനിൽ ചൗഹാൻ, കര വ്യോമസേന നാവികസേന മേധാവികൾ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. കർത്തവ്യപഥത്തിൽ സൈന്യശക്തി വിളിച്ചോതുന്ന പരേഡിൽ ഭാരത സൈന്യത്തോടൊപ്പം ഫ്രഞ്ച് സൈന്യവും അണിചേർന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണാണ് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, നാരീശക്തിയും അതുപോലെ തന്നെ സൈനിക ശക്തിയും വിളിച്ചോതുന്ന അതിഗംഭീരമായ പരേഡ് ഉൾപ്പെടെയാണ് ഇന്ന് രാജ്യതലസ്ഥാനത്ത് അരങ്ങേറിയത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? രാജീവ്, 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചുകൊണ്ടാണ് കർത്തവ്യപഥിൽ പ്രൗഢഗംഭീരമായ മാർച്ച് പാസ്റ്റും അതോടൊപ്പം തന്നെ മറ്റ് കലാപരിപാടികളും അരങ്ങേറിയത്. രാവിലെ 10 മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിലെ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം സമർപ്പിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. പിന്നീട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും മുഖ്യ അതിഥിയായി ഇന്ന് ഈ ചടങ്ങിനെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും കുതിരവണ്ടിപ്പുറത്ത് രാഷ്ട്രപതി ഭവനിൽ നിന്നും ഈ കർത്തവ്യപഥിലേക്ക് റെസീന കുന്നിറങ്ങി വിജയ് ചൗക്ക് വഴി കർത്തവ്യപഥിലേക്ക് എത്തി. ദേശീയ പതാക ഉയർത്തിയതോടുകൂടി പരേഡിന് തുടക്കമായി. നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ സൈനിക കരുത്തും ഒരു ശത്രു രാഷ്ട്രത്തിൻ്റെ നീക്കമുണ്ടായി കഴിഞ്ഞാൽ അതിനെ ഏതൊക്കെ ദിശയിൽ പ്രതിരോധിക്കുവാനുള്ള കരുത്ത് നമ്മുടെ രാജ്യത്തിനുണ്ട് എന്ന് കൃത്യമായി വിളിച്ചോതുന്ന പരേഡാണ് കർത്തവ്യപഥിൽ അരങ്ങേറിയത്. കരവ്യോമ നാവികസേന അതോടൊപ്പം അർദ്ധസൈനിക വിഭാഗങ്ങൾ, NCC കേഡറ്റുകൾ, ഡൽഹി പോലീസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇതെല്ലാം ഇന്നത്തെ പരേഡിൻ്റെ ഭാഗമായിരുന്നു. മാത്രമല്ല ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മറ്റൊരു സവിശേഷത എന്നത് വനിതാ പ്രാതിനിധ്യം. അതിൽ 80% വനിതാ പ്രാതിനിധ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം സ്ത്രീകൾ, വനിതകൾ കർത്തവ്യപഥിലൂടെ മാർച്ച് പാസ്റ്റ് ചെയ്യുന്നത്. ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാണ്. നമുക്കറിയാം, അടുത്ത കാലത്ത് വനിതാ സംവരണ ബിൽ ഉൾപ്പെടെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിരുന്നു. സൈന്യത്തിൽ ഏറ്റവും അധികം വനിതകൾക്ക് റിക്രൂട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. ഇതിനും അപ്പുറമാണ് ഇപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ 80% ഈ പരേഡിൽ പങ്കെടുത്ത സേനാ വിഭാഗം അത് സ്ത്രീകളാണ് എന്നുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉൾപ്പെടെയുള്ളവർ തിരികെ മടങ്ങിയിട്ടുണ്ട്. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ ഇപ്പോഴും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്നു. നാളെ NCC കേഡറ്റുകളുടെ മാർച്ച് പാസ്റ്റും ഡൽഹിയിൽ നടക്കും. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ ചടങ്ങിൽ പങ്കെടുക്കുക. 29-ാം തീയതി ഉച്ചതിരിഞ്ഞാണ് ഇനി ബീറ്റിംഗ് റിട്രീറ്റ് നടക്കാനിരിക്കുന്നത്. 3 സേനാ വിഭാഗങ്ങളുടെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും ബാൻഡുകൾ വിജയ് ചൗക്കിൽ അണിനിരന്ന് സംഗീത സാന്ദ്രമായ അന്തരീക്ഷം രൂപപ്പെടുത്തും. അതിനുശേഷം പിന്നീട് പുതിയ പാർലമെന്റ് മന്ദിരവും പഴയ പാർലമെന്റ് മന്ദിരവും നോർത്ത് സൗത്ത് ബ്ലോക്കുകളും രാഷ്ട്രപതി ഭവനും അടങ്ങുന്ന കർത്തവ്യപഥിലെ സർക്കാർ കെട്ടിടങ്ങൾ മുഴുവൻ ദീപാലങ്കാര പ്രഭയിലാകുന്ന വലിയ ലൈറ്റ് ഷോ 29-ാം തീയതി സന്ധ്യാസമയത്ത് നടക്കും. അതോടുകൂടി ആണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകുക. രാജീവ്. ഗൗതം, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ കൂടി ഇത്തവണ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം എത്തി അദ്ദേഹം പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. ഇന്നും അദ്ദേഹം സജീവമായി തന്നെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ ഉണ്ടായിരുന്നു. രാജീവ്, ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ വളരെ ശ്രദ്ധേയമാകുന്ന ഒരു സാന്നിധ്യം തീർച്ചയായും ഇമ്മാനുവൽ മക്രോണിൻ്റെ തന്നെയാണ്. കാരണം ഒന്ന്, ഫ്രാൻസും ഭാരതവും തമ്മിലുള്ള സൗഹൃദം അത് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ ഭാരതത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്. ഓരോ തവണയും അതിഥികളായി ഈ കർത്തവ്യപഥിലേക്ക് എത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയം കൂടി കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ്. 1950 മുതൽ റിപ്പബ്ലിക് ദിന പരേഡിൽ അതിഥികളായി ഓരോ രാഷ്ട്രങ്ങളുടെയും തലവന്മാർ എത്താറുണ്ട്. 1950 അന്ന് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായിരുന്ന സുകർണോ ആണ് ആദ്യ റിപ്പബ്ലിക് ദിന പരേഡിൽ അതിഥിയായി എത്തിയ വിദേശ രാജ്യം. അതിനുശേഷം പിന്നീട് ഓരോ വർഷങ്ങളിലും കഴിഞ്ഞ 2021-ലും 2022-ലും അതിഥികൾ ഉണ്ടായിരുന്നില്ല. അത് കോവിഡിനെ തുടർന്നാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ വിശിഷ്ടാതിഥികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തേത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ തീർച്ചയായും ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും
അടുത്തു നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്. അതോടൊപ്പം തന്നെ ഭീകരവാദത്തിനെതിരായ ഭാരതത്തിന്റെ സന്ധിയില്ലാ നിലപാടുകൾ, പ്രത്യേകിച്ച് ആഗോള ഉച്ചകോടികളിലെല്ലാം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇസ്ലാമിക ഭീകരവാദം ലോകത്തിന് ഉയർത്തുന്ന ഭീഷണി എന്താണ് എന്ന് സംബന്ധിച്ച് തുറന്നു പറയാറുണ്ട്. അതിന് പൂർണ്ണമായി പിന്തുണ നൽകുന്ന ഒരു നേതാവ് കൂടിയാണ് ഇമാനുവൽ മക്രോൺ. കാരണം യൂറോപ്യൻ രാജ്യമായ ഫ്രാൻസിൽ ഉയരുന്ന ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഭരണാധികാരിയാണ് ഇമാനുവൽ മക്രോൺ എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിനാൽ നരേന്ദ്രമോദി, ഇമാനുവൽ മക്രോൺ ഈ രണ്ട് നേതാക്കളും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയായി ഇന്നത്തെ കർത്തവ്യപഥിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡ്. ഒപ്പം ഇന്നലെ അദ്ദേഹം രാജസ്ഥാൻ തലസ്ഥാനമായ ജയ്പൂരിൽ എത്തിയിരുന്നു. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇമാനുവൽ മക്രോണും ചേർന്ന് ഒരു റോഡ് ഷോയും ഈ ജയ്പൂർ നഗരത്തിനകത്ത് നടത്തി. ആ റോഡ് ഷോ ജനപങ്കാളിത്തം കൊണ്ട് വളരെയധികം ശ്രദ്ധേയമായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് അദ്ദേഹം ഭാരതത്തിന്റെ 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെയും ഭാഗമായത്. രാജീവ്. യെസ്, ഭാരതം 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ നിറവിലാണ്. നാരീശക്തിയും അതുപോലെ തന്നെ സൈന്യശക്തിയും വിളിച്ചോതിക്കൊണ്ട് തന്നെയുള്ള വളരെ പ്രൗഢഗംഭീരമായ പരേഡ് തന്നെയായിരുന്നു രാജ്യതലസ്ഥാനത്ത് അരങ്ങേറിയത്. ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.